നമസ്കാരം. നമ്മുടെ ഭക്ഷണക്രമത്തിലെ പലർക്കും ഒഴിവാക്കാൻ കഴിയാത്ത ഒരു സംഗതിയാണല്ലോ ഈ പാല്, മിൽക്ക്. ക്ഷീണമാണെങ്കിൽ ഒരു ഇത്തിരി പാല് കുടിച്ചാൽ ആ ക്ഷീണം മാറും. അല്ലെങ്കിൽ രാത്രിയിൽ നല്ല ഉറക്കം വേണോ, അങ്ങനെ വേണ്ടി വന്നാൽ ഇളം ചൂട് പാല് കുടിച്ചിട്ട് കിടക്കുക, നല്ല ഉറക്കം കിട്ടും എന്നൊക്കെയുള്ള നല്ല നല്ല ഉപദേശങ്ങൾ കേട്ടാണ് നമ്മളൊക്കെ വളർന്നിട്ടുള്ളത്. ചിലർക്കാണെങ്കിൽ ഈ പാല് ഗ്ലാസ്സിൽ ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ എന്തോ ഓക്കാനോ ഛർദിലും ഒക്കെ വരും, ബുദ്ധിമുട്ടാണ്, കുടിക്കാൻ ഒട്ടും താല്പര്യമില്ല. ചില വീടുകളിലെ കൊച്ചുകുട്ടികളെ പാല് കുടിപ്പിക്കാൻ പുറകെ നടന്ന് പാടുപെടുന്ന മാതാപിതാക്കളെ നമ്മൾ കാണാറുണ്ട്. ചുരുക്കം പറഞ്ഞാൽ പാല് ചിലർക്കിഷ്ടമാണ്, ചിലർക്കത് തീരെ താല്പര്യമില്ലാത്തൊരു വസ്തുവുമാണ്. നിങ്ങളിപ്പോൾ കണ്ടതുപോലെ പാൽ കുടിച്ചപ്പോൾ വയറ്റിന് ഒരു പണി കിട്ടിയിട്ടുണ്ടോ? ഒരിക്കലെങ്കിലും ഉണ്ടാവൂലേ? പേടിക്കണ്ട, അങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾ ഒറ്റയ്ക്കല്ലെന്ന് പറയാനാണ് ഈ വീഡിയോ. വളരെ രസകരമായ ഒരു കണക്ക് ഞാൻ നിങ്ങളോട് പറയാം. കേരളത്തിലെ 4-ൽ 3 പേർക്കും, അതായത് ഏകദേശം 75% മലയാളികൾക്കും ഇതേ പ്രശ്നമാണുള്ളത്. പാൽ കുടിച്ചാൽ വയറിന് തീരെ പിടിക്കില്ല. ഇതൊരു അസുഖമാണെന്നാണോ നിങ്ങൾ കരുതിയത്? അല്ല, ഇതൊരിക്കലും ഒരു അസുഖമല്ല. ഇതിന് പിന്നിൽ ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള വളരെ രസകരമായ ഒരു കഥയുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. മനുഷ്യനായാലും മൃഗങ്ങളായാലും ജനിച്ചു വീഴുമ്പോൾ അമ്മയുടെ പാൽ കുടിച്ചാണ് വളരുന്നത്, ശരിയല്ലേ? ഈ പാൽ ദഹിപ്പിക്കാൻ നമ്മുടെ ശരീരത്തിൽ ഒരു പ്രത്യേക ദഹനനീര് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. എന്നാൽ നമ്മൾ വളർന്നു വലുതായി ചോറും മറ്റു ഭക്ഷണങ്ങളും കഴിക്കാൻ തുടങ്ങുമ്പോൾ പ്രകൃതി തന്നെ ഈ ദഹനനീരിന്റെ ഉൽപ്പാദനം അങ്ങ് നിർത്തിക്കളയും. അതായത് മുതിർന്നവർ പാൽ കുടിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പ്രകൃതിയുടെ ഒരു നിയമം. ദഹിക്കാത്ത പാൽ വയറ്റിലെത്തുമ്പോഴാണ് ഗ്യാസും വയറുവേദനയും ഒക്കെ ഉണ്ടാകുന്നത്. ഇതിനെ ഡോക്ടർമാർ വിളിക്കുന്നത് ലാക്ടോസ് ഇൻടോളറൻസ് എന്നാണ്. ചുരുക്കത്തിൽ മുതിർന്നവർക്ക് പാൽ ദഹിക്കാത്തത് ഒരു അസുഖമൊന്നുമല്ല, മറിച്ച് മനുഷ്യന്റെ യഥാർത്ഥത്തിലുള്ള ഒരു പ്രകൃതമാണത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പിന്നെ എങ്ങനെ ചിലർക്കൊക്കെ യാതൊരു കുഴപ്പമില്ലാതെ പാല് ഗ്ലാസ് കണക്കിന് കുടിക്കാൻ കഴിയുന്നതെന്ന്? അവിടെയാണ് നമ്മുടെ കഥയിലെ ഒരു മാജിക്ക് നടക്കുന്നത്. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മഞ്ഞു മൂടിയ യൂറോപ്യൻ ഏഷ്യൻ പ്രദേശങ്ങളിൽ ജീവിച്ചിരുന്ന ചില ഇടയന്മാർക്ക് വലിയൊരു ക്ഷാമം നേരിടേണ്ടി വന്നു. കഴിക്കാൻ മറ്റു ഭക്ഷണങ്ങളൊന്നും ഇല്ലാതെ വന്നപ്പോൾ അവർ എന്ത് ചെയ്തെന്നോ, തങ്ങൾ വളർത്തുന്ന മൃഗങ്ങളുടെ പാല് കുടിച്ച് അവരുടെ ജീവൻ നിലനിർത്തി. തലമുറകളോളം ഇത് തുടർന്നപ്പോൾ അവരുടെ ശരീരത്തിൽ ഒരു വലിയ മാറ്റം സംഭവിച്ചു. മുതിർന്നാലും പാൽ ദഹിപ്പിക്കാനുള്ള ഒരു സൂപ്പർ പവർ അവർക്ക് കിട്ടി. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ സൂപ്പർ പവർ കിട്ടിയ ഇടയന്മാർ ഇന്ത്യയുടെ വടക്കു ഭാഗത്തേക്ക്, നോർത്ത് ഇന്ത്യയിലേക്ക് കുടിയേറി. അതുകൊണ്ടാണ് ഉത്തരേന്ത്യക്കാർക്ക്, പ്രത്യേകിച്ച് പഞ്ചാബ് ഹരിയാന ഭാഗത്തുള്ളവർക്ക് ഇപ്പോഴും സുഖമായി ഇഷ്ടംപോലെ ഗ്ലാസ് പാൽ കുടിക്കാൻ കഴിയുന്നതും അത് ദഹിക്കുന്നതും. എന്നാൽ ഈ കൂട്ടർ ദക്ഷിണേന്ത്യയിലേക്ക് അധികം വന്നില്ല. അതുകൊണ്ട് നമ്മൾ മലയാളികൾ ഉൾപ്പെടെയുള്ള സൗത്ത് ഇന്ത്യക്കാർക്ക് ആ സൂപ്പർ പവർ കിട്ടിയതുമില്ല. നമ്മൾ പഴയ ആ ഒറിജിനൽ മനുഷ്യരെ തന്നെ ഇപ്പോഴും തുടരുകയാണ്. പക്ഷേ അതിലൊരു അത്ഭുതമുണ്ട്. നമ്മുടെ തൊട്ടടുത്ത് തമിഴ്നാട്ടിലെ നീലഗിരി മലനിരകളിൽ ജീവിക്കുന്ന തോട എന്നൊരു ഗോത്ര വിഭാഗമുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അവരിൽ 90% പേർക്കും പാൽ വളരെ എളുപ്പത്തിൽ ദഹിക്കും, മറ്റു ഭക്ഷണങ്ങൾ ദഹിക്കുന്ന പോലെ തന്നെ. കാരണം എന്താണെന്നറിയോ? വർഷങ്ങളായി എരുമകളെ മാത്രം ആശ്രയിച്ച് അവയുടെ പാൽ കുടിച്ച് ജീവിച്ചതുകൊണ്ട് പ്രകൃതി അവർക്കും പതുക്കെ ഇങ്ങനെ ഒരു സൂപ്പർ പവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാൽ ദഹിക്കാത്ത നമ്മൾ മലയാളികൾ പാൽ ഉൽപ്പന്നങ്ങൾ ഉപേക്ഷിച്ചോ? ഒരിക്കലുമില്ല. ഇവിടെയാണ് നമ്മുടെ പൂർവികരുടെ മറ്റൊരു ബുദ്ധി നമ്മൾ കാണേണ്ടത്. പാൽ അതേപടി കുടിക്കുന്നതിന് പകരം നമ്മൾ അതിനെ പുളിപ്പിച്ച് തൈരും മോരും ഒക്കെ ആക്കി, വെണ്ണ കാച്ചി നെയ്യാക്കി. പാലിനെ പുളിപ്പിക്കുമ്പോൾ അതിലെ ദഹിക്കാത്ത അംശങ്ങൾ, നമുക്ക് പിടിക്കാത്ത അംശങ്ങളുണ്ടല്ലോ, അതൊക്കെ ഇല്ലാതായി പോകും. അതുകൊണ്ട് പാൽ ദഹിക്കാത്തവർക്കും തൈരും മോരും നെയ്യും പനീറും ഒക്കെ ധൈര്യമായിട്ട് കഴിക്കാം, യാതൊരു കുഴപ്പവും ഉണ്ടാവുകയില്ല. ഇന്നത്തെ കാലത്ത്, അതായത് ഈ 2026-ൽ നമുക്ക് പേടിക്കാനൊന്നുമില്ല. നമുക്ക് പാൽ കുടിച്ചേ തീരുമെന്ന് നിർബന്ധമുണ്ടോ? വിഷമിക്കേണ്ട. ദഹിക്കാൻ എളുപ്പമുള്ള ലാക്ടോസ് ഫ്രീ പാൽ ഇപ്പോൾ കടകളിൽ സുലഭമാണ്. കൂടാതെ ബദാം, ഓട്സ്, സോയ എന്നിവയിൽ നിന്നുണ്ടാക്കുന്ന പാല്, പ്ലാന്റ് ബേസ്ഡ് മിൽക്ക് ധാരാളമുണ്ട്. നമ്മുടെ സ്വന്തം മിൽമ പോലും ഇന്ന് പാൽ വിൽക്കുന്നതിനോടൊപ്പം തൈരിനും പനീറിനും വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. അപ്പോൾ കഥ മനസ്സിലായല്ലോ അല്ലേ? ഇനി പാൽ കുടിക്കുമ്പോൾ വയറ്റിൽ അസ്വസ്ഥത തോന്നിയാൽ ഒട്ടും ആശങ്കപ്പെടണ്ട, പേടിക്കണ്ട. നിങ്ങൾ പ്രകൃതിയുടെ നിയമം അനുസരിക്കുന്ന ഒരു ഒറിജിനൽ മനുഷ്യ ശരീരമാണെന്ന് അഭിമാനിക്കുക. കാൽസ്യം കിട്ടാൻ പാലിന് പകരം തൈരോ നെയ്യോ ചെറിയ മീനുകളോ ഇലക്കറികളോ ഒക്കെ നമുക്ക് കഴിക്കാം. ചുരുക്കത്തിൽ, നിങ്ങൾക്ക് പാൽ കുടിക്കാൻ ഇഷ്ടമാണോ? പാൽ നിങ്ങളുടെ വയറ്റിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നില്ല എങ്കിൽ നിങ്ങൾ പാൽ യഥേഷ്ടം കുടിച്ചുകൊള്ളുക. പാൽ നിങ്ങൾക്ക് വയറ്റിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ? നിങ്ങൾ തീർച്ചയായും അത് ഉപേക്ഷിക്കണം. മറ്റ് പാൽ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ധൈര്യമായി ഉപയോഗിക്കാം. അപ്പോൾ ഈ രസകരമായ അറിവ് നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ലൈക്കും ഷെയറും നൽകി ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. മറ്റൊരു ഇൻഫർമേറ്റീവ് വിഷയവുമായി വീണ്ടും നാളെ നമുക്ക് കാണാം. എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി, നമസ്കാരം.